Hi all, welcome to Study with PSC. LSTS മെയിൻസ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ദേവി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തുടർച്ചയായി 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61 ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൊല്യൂഷൻ സിമ്പിൾ ആണ്. ഒരു സമാന്തര ശ്രേണിയിലെ മിഡിൽ നമ്പർ ആയിരിക്കും അതിന്റെ ആവറേജ്. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ എന്താ? ഒരു സീരീസിലെ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. തുടർച്ചയായ ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പം ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണല്ലോ. അപ്പൊ അത് സമാന്തര ശ്രേണിയാണ്. അപ്പൊ ഇവിടെ ആവറേജ് 61. അപ്പൊ ഈ 61 എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡിൽ നമ്പർ ആയിരിക്കും. മൊത്തം 5 സംഖ്യകളുണ്ട്, മിഡിൽ നമ്പർ ആണ്, അതായത് മൂന്നാമത്തെ നമ്പർ ആണ് 61. അപ്പൊ ഇങ്ങോട്ട് ഇനി 2 സംഖ്യകൾ വരും, ഇങ്ങോട്ടും 2 സംഖ്യകൾ വരും, അപ്പുറത്തും ഇപ്പുറത്തും. മൊത്തം 5 സംഖ്യകളല്ലേ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ്. അപ്പൊ ഇവിടെ വരുന്നത് 59, ഇവിടെ 57. ഇങ്ങോട്ടാണെങ്കിലോ 63, 65. അപ്പൊ ഇവിടുത്തെ ചെറിയ സംഖ്യ 57, വലിയ സംഖ്യ 65. ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. 65 മൈനസ് 57, 8 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്ന സമവാക്യം ശരിയാക്കുന്നതിന് ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പര മാറ്റം ചെയ്യണം? 100 പ്ലസ് 100 ഇൻറ്റു 50 മൈനസ് 2/3 ഈസ് ഈക്വൽ ടു 51. സൊല്യൂഷൻ, ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യണം. അപ്പം ഇവിടെ ഈ 51 എന്ന് പറയുന്ന വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഡിവിഷൻ വരുന്ന പോർഷൻ ആണ്. ഡിവിഷൻ വരുന്നത് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. ഡിവിഷൻ വരുന്നത് ഓപ്ഷൻ ഇട്ട് നോക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചേർന്ന് വരുന്ന ഓപ്ഷനുള്ള കാൽക്കുലേഷൻ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാകുമ്പോൾ അത് വെട്ടിപ്പോയിട്ട് കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിവിഷൻ വരുന്നിടം വെച്ച് നോക്കുക, ഡിവിഷൻ വരുന്നിടം വെട്ടിപ്പോകുമെന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇവിടെ 100 100 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ വന്നാൽ ഇത് വെട്ടിപ്പൊക്കോളും. അതുപോലെ 100 50 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ വന്നാലും ഇവിടെ വെട്ടിപ്പൊക്കോളും. പിന്നെ ദാ ഇവിടെ 50 മൈനസ് 2, ഇവിടെ ഒരു ഡിവിഷൻ വന്നാലും ഇവിടെ വെട്ടിപ്പോവും. അപ്പൊ അത് വരുന്നിടം നോക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ മൈനസും ഇൻറ്റു ആണേ. മൈനസ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മൈനസ് ഇങ്ങനെ ഇങ്ങോട്ട് വരും, ഈ ഇൻറ്റു ഇങ്ങോട്ടും പോകും, സൈൻ മാറ്റുവാണല്ലോ. അപ്പൊ ഇതെങ്ങനെ വരും? അപ്പൊ ഇവിടെ വെട്ടിപ്പോകുന്നുണ്ടോ? ഇല്ല, വെട്ടിപ്പോകുന്നില്ല. 100 മൈനസ് 50 ഇൻറ്റു 2 ആണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല ആൻസർ. അടുത്തത് ഓപ്ഷൻ ബി, പ്ലസും ഡിവിഷനും. അപ്പൊ ഇവിടെ വെട്ടിപ്പോകും, കാരണം 100ന്റെ 100ന്റെ ഇടയ്ക്കാണ് ഡിവിഷൻ വരുന്നത്. അപ്പൊ വെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. 100 ഡിവിഷൻ 100 ഇൻറ്റു 50 മൈനസ് 2, ഡിവിഷൻ എന്നുള്ളത് പ്ലസ് ആയി, പ്ലസ് 3 ഈസ് ഈക്വൽ ടു നോക്കാം. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ്, പ്ലസ് മൈനസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബോട്ട്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. അതായത് ആദ്യം ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ചെയ്യണം, എന്നിട്ട് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ, ആ ഒരു ഓർഡറിലായിരിക്കും ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണേ. അപ്പൊ ഇവിടെ 100/100, 100/100 ഇൻറ്റു 50 മൈനസ് 2 പ്ലസ് 3, 100 100 വെട്ടിപ്പോയി. 1 ഇൻറ്റു 50 മൈനസ് 2 പ്ലസ് 3 ആകുമ്പോൾ പ്ലസ് 1 വരും. 50 പ്ലസ് 1 51. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ തിരിച്ചറിയുക. 2 6 14 30 62 126 250. സൊല്യൂഷൻ, ഈ സീരീസിൽ ഉൾപ്പെടാത്ത നമ്പർ കണ്ടുപിടിക്കണം. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ സീരീസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കുക.
അപ്പൊ ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അന്നേരവും ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ആദ്യം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. 2ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. 6ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് 8. 14ഉം 30ഉം തമ്മിലുള്ള ഡിഫറൻസ് 16. 30ഉം 62ഉം തമ്മിലുള്ള ഡിഫറൻസ് 32. 62ഉം 126ഉം തമ്മിലുള്ള ഡിഫറൻസ് 64. 126ഉം 250ഉം തമ്മിലുള്ള ഡിഫറൻസ് 126ഉം 4ഉം 130, 130ഉം 100ഉം 230, 230 20ഉം 250. അപ്പം 124 വരും. 124. അപ്പൊ ഇത് 4, 8, 16, 32, 64, 124. 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32, 32ന്റെ ഇരട്ടി 64. അപ്പൊ 64ന്റെ ഇരട്ടി 128 വേണം ഇവിടെ ആഡ് ചെയ്യാനായിട്ടല്ലേ? ആണ്. അപ്പൊ ഇവിടെ 250 തെറ്റ്. ഇവിടെ 124 ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ബി 250 തെറ്റ്. ഇവിടെ വരേണ്ടിയിരുന്ന ആൻസർ ഈ 126ന്റെ കൂടെ 64ന്റെ ഇരട്ടി 128 കൂട്ടേണ്ടത്. അപ്പൊ 126ഉം 128ഉം 254 ഇവിടെ വരേണ്ടിയിരുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി 250. അടുത്ത ക്വസ്റ്റ്യൻ, 2002 ജൂൺ 4 ആഴ്ചയിലെ ദിവസം ഏതാണ്? സൊല്യൂഷൻ: 2002 ജൂൺ 4 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. 400 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാവുന്ന വർഷങ്ങളുടെ ഡിസംബർ 31 തീയതി എപ്പോഴും ഞായറാഴ്ചയായിരിക്കും. ഓർത്തു വെച്ചോണേ, 400 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളുടെ ഡിസംബർ 31 തീയതി ഞായറാഴ്ചയായിരിക്കും. അപ്പൊ ഇവിടെ 2002 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2002ന്റെ തൊട്ടടുത്തുള്ള ഒരു 400 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് 2000. ഈ 2000 400 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. നോക്കാം, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഈ 2000ന്റെ ഡിസംബർ 31 ഞായറാഴ്ചയായിരിക്കും, സൺഡേ. അപ്പം 2000 ഡിസംബർ 31 സൺഡേ ആണെങ്കിൽ 2001 ജാനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. മൺഡേ, തിങ്കളാഴ്ച വരും. എപ്പോഴും ഒരു ഓർഡിനറി ഇയർ, അതായത് സാധാരണ വർഷമാണെങ്കിൽ അതിന്റെ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസമായിരിക്കും. അതായത് ജാനുവരി 1ഉം ഡിസംബർ 31 തീയതി സെയിം ദിവസം തന്നെ ആയിരിക്കും. ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ അതിന്റെ ആദ്യ ദിവസവും അവസാന ദിവസവും തമ്മിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസം വരും. അതായത് ജാനുവരി 1ഉം ഡിസംബർ 31 തമ്മിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ 2001 എന്ന് പറയുന്നത് ഒരു സാധാരണ വർഷമാണ്. അപ്പൊ 2001 ജാനുവരി 1 മൺഡേ ആണെങ്കിൽ 2001 ഡിസംബർ 31 എന്ന് പറയുന്നത് മൺഡേ തന്നെ ആയിരിക്കും, സെയിം ദിവസം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2001 ഡിസംബർ 31 മൺഡേ ആണെങ്കിൽ 2002 ജാനുവരി 1 എന്ത് വരും? ട്യൂസ്ഡേ ആയിരിക്കും, ചൊവ്വാഴ്ച ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2002 ജൂൺ 4 തീയതിയാണ്. ജൂൺ 4. അപ്പൊ 2002 ജാനുവരി 1 ചൊവ്വാഴ്ചയാണ്. അപ്പൊ 2002 ജാനുവരി 1 ട്യൂസ്ഡേ ആണ്, ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2002 ജൂൺ 4 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2002 ജാനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ ജാനുവരി 1 കഴിഞ്ഞിട്ട് ജൂൺ 4 വരെയുള്ള ദിവസങ്ങൾ എടുക്കുക. അതിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഈ ചൊവ്വാഴ്ചയോട് കൂടി കൂട്ടിയാൽ ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ ജാനുവരി
1 ശേഷം ഈ ജാനുവരി മാസത്തിൽ 2002 ജാനുവരി മാസത്തിലാണെങ്കിൽ ജാനുവരി മൊത്തം 31. 1-ാം തീയതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം എത്രയാ? 30. ഫെബ്രുവരിയിലാണെങ്കിൽ 28. മാർച്ചിലാണെങ്കിൽ 31. ഏപ്രിലാണെങ്കിൽ 30. മെയ്യിലാണെങ്കിൽ 31. ജൂണിലാണെങ്കിൽ ജൂൺ 4 കണ്ടുപിടിക്കുന്നത്, 4 വരെ. ഇത് തമ്മിൽ കൂട്ടുക. 8 1 9 10 4 14 ശിഷ്ടം 1 3 1 4 3 7 3 10 12 3 15 154/7 7 2 14 7 2 14. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ശിഷ്ടം എത്രയാ? 0. അപ്പൊ ചൊവ്വാഴ്ച പ്ലസ് ഇവിടെ എത്രയാ? 2002 ജാനുവരി 1 ചൊവ്വാഴ്ചയാ. അപ്പൊ ചൊവ്വ പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ തന്നെയാ. ചൊവ്വാഴ്ചയാണ് 2002 ജൂൺ 4. ട്യൂസ്ഡേ ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 25√5 all raised to x is equal to cube root of 5 raised to x plus 1. x തുല്യമായത് ഏതാണ്? സൊല്യൂഷൻ. ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സ് വന്നിരിക്കുന്നത് പവറിലാണ്. ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നതായിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ ഫോർമുല ചെയ്താ a raised to m is equal to a raised to n ആണെങ്കിൽ അത് m is equal to n ആയിരിക്കും. അതായത് ഇവിടെ ബേസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ആണ്, a ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ m is equal to n ആയിരിക്കും. അപ്പൊ ഇവിടെ ബേസ് സെയിം ആക്കിയിട്ട് ഈ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ 25നെ 5 സ്ക്വയർ എന്ന് എഴുതാം. 5 സ്ക്വയർ ഇൻറ്റു √5നെ 5ന്റെ ടൈമിലോട്ട് മാറ്റാം. അതായത് n root of x is equal to x raised to 1/n. √5 എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 5. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ 5 raised to ഇതുപോലെ 5 raised to 1/2 എന്ന് വരും. raised to x is equal to cube root of 5നെ 5 raised to 1/3 എന്ന് എഴുതാം. raised to x plus 1. അപ്പൊ ഇനി ഇവിടെ 5 സ്ക്വയർ ഇൻറ്റു 5 raised to 1/2. ഇത് a raised to m into a raised to n ഫോർമുല. a raised to m into a raised to n is equal to a raised to m plus n. അപ്പൊ ഇത് 5 raised to 2 plus 1/2 all raised to x is equal to 5 raised to 1/3 all raised to x plus 1. അപ്പൊ ഇവിടെ 5 raised to 2 plus 1/2 2 LCM ആയിട്ട് എടുക്കുക. 2 into 2 4 plus 1 raised to x is equal to 5 raised to 1/3 all raised to x plus 1. അപ്പൊ ഇവിടെ ഇത് 5 raised to 4 plus 1 5/2 raised to x is equal to 5 raised to 1/3 all raised to x plus 1. അപ്പൊ ഇത് സോൾവ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ 5 raised to 5/2 into x എന്ന് വരും. അതായത് a raised to m all raised to n ആണെങ്കിൽ a raised to m into n ആയിരിക്കും. അപ്പൊ അതുപോലെ ഇത് 5 raised to 5/2 all raised to x is equal to 5 raised to 5/2 x is equal to അതുപോലെ ഇത് 5 raised to 1/3 into x plus 1 1/3 into x plus 1. അപ്പൊ ഇവിടെ 5 raised to 5/2 x is equal to 5 raised to 1/3 into x plus 1. ഇവിടെ ബേസ് എന്താ? സെയിം ആയി അല്ലേ? ബേസ് ഇവിടെ
5 ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ബേസ് സെയിം ആണെങ്കിൽ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നതായിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ പവർ എത്രയാ? 5x/2 ഈസ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിലോ 1/3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പൊ ഇനി ഇതിനെ സോൾവ് ചെയ്യാം. ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇവിടെ 5x ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1. 5x into 3, 15x is equal to 2 into x, 2x, 2 into 1, 2. അപ്പോൾ എക്സിനെ ഒരു സൈഡിലോട്ട് ആക്കാം. 15x minus 2x is equal to 2. Therefore, 15x minus 2x, 13x is equal to 2. Therefore, x is equal to 2/13. Answer option B. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക കോഡിൽ ലയൺ എന്നത് MNHK എന്ന് എഴുതിയിട്ടുണ്ടെന്ന് കരുതുക. കൗ എന്ന് അതേപടി എഴുതുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുക. സൊല്യൂഷൻ: ലയൺ എന്നത് MNHK. അതുപോലെ കൗ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ലയൺ എങ്ങനെയാ MNHK ആയെന്ന് നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. LK, KL. അപ്പൊ L-1 ആണ് ഇവിടെ K വന്നിരിക്കുന്നത്. അതുപോലെ MN, N-1 ആണ് M വന്നിരിക്കുന്നത്. അതുപോലെ HI, I-1 ആണ് H വന്നിരിക്കുന്നത്. ON, O-1 ആണ് N വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ എല്ലിന്റെ ഓപ്പോസിറ്റ് ആണ് കെ വന്നിരിക്കുന്നത്, എന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എം വന്നിരിക്കുന്നത്, ഐയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എച്ച് വന്നിരിക്കുന്നത്, ഒയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -1 ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -1 കൊടുത്തു, അപ്പൊ കെ വന്നു. അതുപോലെ എന്നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -1 ചെയ്തു, എം വന്നു. ഐയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -1 ചെയ്തു, അപ്പൊ എച്ച് കിട്ടി. അതുപോലെ ഒയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -1 ചെയ്തു, എൻ കിട്ടി. അപ്പൊ അതുപോലെ കൗ എഴുതണം. അപ്പൊ ഇവിടെ സിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പൊ ഇവിടെ വരും. ഓപ്പോസിറ്റ് ഡയറക്ഷനിനകത്ത് -1 ആണ് ചെയ്യേണ്ടത്. അപ്പൊ സി -1 ആവുമ്പോൾ ബി വരും. ഡബ്ല്യുവിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇവിടെ വരും. W-1 വി വരും. ഒയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ ഒയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഒരു പൊസിഷനും കൂടെ ഉള്ളൂ. ഇത് മൊത്തം 3 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡായത്. അപ്പൊ ഇനി ഒരു പൊസിഷനും കൂടെ ഉള്ളൂ. അപ്പൊ ഒയ്ക്ക് നേരെ വരാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്ന കേസിൽ ബാക്കിയുള്ളിടത്ത് എന്താണോ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ O-1 N വരും. അപ്പൊ ഇത് VND ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ABCDEF എന്നിങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. അതായത് BCയുടെ മകനാണ്, എന്നാൽ CBയുടെ അമ്മയല്ല. AC എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. Cയുടെ സഹോദരനാണ്. DAയുടെ മകളാണ്. FAയുടെ സഹോദരനാണ്. ആരാണ് സിയുടെ അളിയൻ? സിയുടെ അളിയൻ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊരു ബ്ലഡ് റിലേഷൻ പ്രോബ്ലം ആണ്. ബ്ലഡ് റിലേഷൻ പ്രോബ്ലം ആകുമ്പോൾ അതൊരു ഫിഗർ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഫിഗർ വരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. മെയിലിനെ പ്ലസ് സൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫീമെയിൽ ആണെങ്കിൽ -സൈന്. കപ്പിൾസ് ആണെങ്കിൽ ഇങ്ങനെ 2 വര ഇത് വെച്ചിട്ടാണ് കപ്പിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ സെയിം ജനറേഷനിലാണെങ്കിൽ ഇതാ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയിട്ട് പോകും. മുകളിലോട്ടുള്ള ജനറേഷൻ ആണെങ്കിൽ മുകളിലോട്ട് ഇങ്ങനെ വരയിട്ട് പോകും. താഴത്തോട്ടുള്ള ജനറേഷൻ ആണെങ്കിൽ താഴോട്ട് ഇങ്ങനെ വരയിട്ട് എടുക്കും ഓരോ ജനറേഷനും. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി ഇത് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഫിഗർ വരയ്ക്കണം. ഒരു കുടുംബം, അതായത് BCയുടെ മകനാണ്. BCയുടെ മകനാ. അപ്പൊ C എഴുതുക. സിയുടെ താഴെ
ഒരു വര വരച്ചു. ബി സിയുടെ മകനാണ്, മകനായതുകൊണ്ട് പ്ലസ് സൈൻ കൊടുക്കുക. പ്ലസ് ആണ് മെയിലിനെ റെപ്രസെന്റ് ചെയ്യാൻ. എന്നാൽ സി ബിയുടെ അമ്മയല്ല. ബി സിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സി ബിയുടെ അമ്മയല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സി എന്ന് പറയുന്നത് ബിയുടെ അച്ഛനായിരിക്കും. അച്ഛനായതുകൊണ്ട് സിന് പ്ലസ് സൈൻ കൊടുത്തു. എ സി എന്നിവർ ഭാര്യാഭർത്താക്കന്മാരാണ്. എയും സിയും ഭാര്യാഭർത്താക്കന്മാർ. അപ്പൊ ഈ സി മെയിൽ പേഴ്സൺ ആയതുകൊണ്ട് സി ഹസ്ബൻഡ് ആണ്. സിയുടെ വൈഫാണ് എ. അപ്പൊ ഇവിടെ എയിനെ മൈനസ് സൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇവര് കപ്പിൾസാ. ഈ സിയുടെ സഹോദരനാണ്. അപ്പൊ ഇവര് സെയിം ജനറേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ടൊരു വര കൊടുത്തു. ഈ സിയുടെ സഹോദരനാണ്. അപ്പൊ ഇവിടെ ഇ പ്ലസ് ആണ്. ഡി എയുടെ മകളാണ്. എയുടെ മകളാണ് ഡി. ഡി മകളായതുകൊണ്ട് മൈനസ് സൈൻ കൊടുത്തു. എഫ് എയുടെ സഹോദരനാണ്. ഇവര് സെയിം ജനറേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വര കൊടുത്തു. എഫ് എയുടെ സഹോദരൻ. അപ്പൊ എഫ് പ്ലസ് സൈൻ കൊടുത്തു. ആരാണ് സിയുടെ അളിയൻ? സിയുടെ അളിയൻ എന്ന് പറയുമ്പോൾ ആരാ? എഫ് അല്ലേ. സിയുടെ ഭാര്യയാണ് എ. എയുടെ സഹോദരനാണ് എഫ്. അപ്പൊ സിയുടെ അളിയൻ ആരായിരിക്കും? എഫ്. ആൻസർ ഓപ്ഷൻ ഡി, എഫ്. അടുത്ത ക്വസ്റ്റ്യൻ, 24ന്റെ 25% പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14% ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, 24ന്റെ 25% ഇൻഡ് എന്ന് വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ 24 ഇൻറ്റു 25%, 100 25. 24 ഇൻറ്റു 100 25 പ്ലസ് 32ന്റെ 25%, 32 ഇൻറ്റു 100 25 മൈനസ് 350ന്റെ 14%, 350 ഇൻറ്റു 100 14 ഈസ് ഈക്വൽ ടു, ഇവിടെ 25 4 100, 4 6 24, 25 4 100, 4 8 32, 0 0 വെട്ടി 5 കൊണ്ട് വെട്ടാം. 5 7 35, 5 2 10, 14/2 7. അപ്പൊ ഇവിടെ 6 പ്ലസ് 8 മൈനസ് 7 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 8 14 മൈനസ് 7 ഇൻറ്റു 7 49. 14 മൈനസ് 49 മൈനസ് 35. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണ് ഉള്ളത്. 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്തുക. സൊല്യൂഷൻ, ഇത് ചെയ്യാനായിട്ട് ഈ തന്നിരിക്കുന്ന റേഷ്യോയിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ റേഷ്യോ കിട്ടും. ആ പുതിയ റേഷ്യോ വെച്ച് ഈ ടോട്ടലിനെ ഒന്ന് ഭാഗിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ 5:9:4. ഈ റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസകളാണ് 5ന് കറസ്പോണ്ടിങ് ആയിട്ട് 50 പൈസ, 9ന് കറസ്പോണ്ടിങ് ആയിട്ട് 25 പൈസ, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 10 പൈസ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 ഇൻറ്റു 50 ഈസ്റ്റു 9 ഇൻറ്റു 25 ഈസ്റ്റു 4 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു, ഇവിടെ റേഷ്യോനെ ഒന്ന് ചെറുതാക്കാം. ഇവിടെ 5 കൊണ്ട് വെട്ടാം. 5 5 5 25, 5 2 10.
ഇനി പറ്റുമോ? ഇനി ഇല്ലല്ലോ, ഇനി പറ്റത്തില്ല. അപ്പൊ ഇത് 50:9 × 5 45:4 × 2 8. ഇതാണ് പുതിയ റേഷ്യോ. ഈ 206നെ ഈ റേഷ്യോ ഉപയോഗിച്ച് ഭാഗിക്കണം. അപ്പൊ ഈ 206 ഇവിടുത്തെ ടോട്ടൽ. 206 × 10 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് 50 + 45 + 8 45 കിട്ടും. 53 53 50 103. 103 10 പൈസ നാണയങ്ങളാണ്. 10 പൈസ നാണയങ്ങൾ എന്ന് പറയുമ്പോൾ 8 ആണ് ഇവിടെ വരുന്നത്. 103 8 ഈസ് ഈക്വൽ ടു 103 2 206 2 8 16. 16 രൂപയാണിത്. 206 രൂപേനെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് 16 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 16 രൂപേനെ 10 പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 1 രൂപ എന്ന് പറഞ്ഞാൽ 10 പൈസ കൂടുന്നതാണ്. 10 പൈസ കൂടുന്നതാണ് 1 രൂപ. അതായത് 100/10 10 10 പൈസ കൂടുമ്പോൾ 100 പൈസയാകും. 100 പൈസയാണ് 1 രൂപ. അപ്പൊ ഇവിടെ 16 രൂപയാണെങ്കിൽ 16 × 10 160 പൈസയായിരിക്കും 10 പൈസ നാണയങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. 25 പൈസയും 50 പൈസ എത്ര വീതം ഉണ്ടെന്ന്. 50 പൈസ കണ്ടുപിടിക്കാം. അപ്പൊ 206 50 പൈസക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പുതിയതായിട്ട് കിട്ടിയ റേഷ്യോയിൽ 50 ഉള്ളത്. അപ്പൊ അത് 103 50 ഈസ് ഈക്വൽ ടു 103 2 206 2 × 50 100 രൂപ. 100 രൂപ. 1 രൂപ എന്ന് വെച്ചാൽ 2 പൈസ കൂടുന്നതാണല്ലോ. അതായത് 100/50 2 50 പൈസ കൂടുന്നതാണ് 1 രൂപ. 1 രൂപ എന്ന് വെച്ചാൽ 100 പൈസ. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് 100 രൂപയാണ്. 100 രൂപ എന്ന് പറയുമ്പോൾ 100 × 2 250 പൈസ ആയിരിക്കും. 250 പൈസ ആയിരിക്കും. അതുപോലെ ഇനി 25 പൈസ നാണയങ്ങൾ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. 206 × 103 25 പൈസക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ റേഷ്യോയിൽ 45 ഉള്ളത്. അപ്പം 103 2 206 2 × 45 90. 4.25 പൈസ ചേരുമ്പോഴാണ് 1 രൂപയാകുന്നത്. അപ്പം അതിവിടെ 90 × 4 360 പൈസയായിരിക്കും. ഇവിടെ ആൻസർ ഓപ്ഷൻ സി. 10 പൈസ നാണയങ്ങളുടെ എണ്ണം 160. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ മാത്രം 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കും? സൊല്യൂഷൻ. ഒരാൾ ഒരു ജോലി X ദിവസം കൊണ്ടും അതേ ജോലി തന്നെ മറ്റൊരാൾ Y ദിവസം കൊണ്ട് പൂർത്തിയാക്കുവാണെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് ആ ജോലി ചെയ്യുന്നത് XY/X+Y ദിവസം കൊണ്ടായിരിക്കും. അപ്പൊ ഇവിടെ അരുൺ 80 ദിവസം കൊണ്ട് ജോലി ചെയ്യും. അപ്പൊ അരുണിനെ X ആയിട്ട് എടുക്കാം. X = 80. അനിലിനെ Y ആയിട്ട് എടുക്കാം. അനിൽ എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ ഈ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ അതിനായിട്ട് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതായത് അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ മാത്രം 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അപ്പൊ അതായത് അരുൺ 10 ദിവസം ചെയ്ത ജോലിയുടെ ബാക്കിയാണ് അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നത്. അതിൽ നിന്ന് അനിലിന് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം അരുണിന്റെ 10 ദിവസത്തെ ജോലി കണ്ടുപിടിക്കുക. പിന്നെ മിച്ചമുള്ള ജോലി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ആദ്യം അരുണിന്റെ
10 ദിവസത്തെ ജോലി കണ്ടുപിടിക്കാം. അരുൺ ഈ ജോലി ചെയ്യുന്നത് 80 ദിവസം കൊണ്ടാണ്. അപ്പൊ അരുണിന്റെ ഒരു ദിവസത്തെ ജോലി എന്തായിരിക്കും? അരുൺസ് 1 day വർക്ക് ഈസ് ഈക്വൽ ടു 1/80 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അരുണിന്റെ 10 ദിവസത്തെ ജോലി എന്തായിരിക്കും? അരുൺസ് 10 days വർക്ക്, ഒരു ദിവസത്തെ ജോലി 1/80. അങ്ങനെയാണെങ്കിൽ 10 ദിവസത്തെ ജോലി 10 into 1/80 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. അരുൺ 10 ദിവസം ചെയ്ത ജോലിയുടെ ബാക്കിയാണ് അനില് 42 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പം അരുണിന്റെ 10 ദിവസത്തെ ജോലി 1/8 ആണ്. അപ്പൊ ഇനി ബാക്കിയുള്ള ജോലി എത്രയാണ് കണ്ടുപിടിക്കണം. റിമൈനിങ് വർക്ക് ഈസ് ഈക്വൽ ടു 1 minus 1/8, 7/8. ഫ്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ട് എടുക്കുന്നത് 1 ആണ്. അപ്പൊ 1 minus 1/8, 7/8 ആണ് ഇനി ബാക്കിയുള്ള ജോലി. ഈ 7/8 ജോലിയാണ് അനില് 42 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അനിലിന് ഈ ജോലി ചെയ്യാൻ പറ്റുന്നത് അതായത് y എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 8 into 42/7 ആയിരിക്കുമല്ലോ. 8 ജോലി അനിൽ 42 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അനിലിന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 8 into 42/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 6 42 6 8 48. അനിലിന് ഈ ജോലി ചെയ്യാനായിട്ട് 48 ദിവസം എടുക്കും. അപ്പൊ ഇവർ രണ്ടുപേരും ഈ ജോലി ചെയ്യുന്നത് അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 80 into 48, 80 plus 48 128 ഈസ് ഈക്വൽ ടു 4 കൊണ്ട് വെട്ടാം. 4 12 48, 4 3 12, 4 2 8. വീണ്ടും 4 കൊണ്ട് വെട്ടാം. 4 3 12, 4 8 32, 8 10 80, 10 into 3 30. അപ്പൊ ഇവർ രണ്ടുപേരും ചേർന്ന് 30 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്